അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് ആണ്. പാർട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ ഫസ്റ്റ് ടോപ്പിക് നമുക്ക് വരുന്നത് ജനറൽ കൺസെപ്റ്റ്സ് ആണ്. ജനറൽ കൺസെപ്റ്റ്സിൽ ആദ്യം നമുക്ക് എന്താണ് പാർട്ണർഷിപ്പ് എന്ന് അറിയണം. അപ്പോൾ ദർ ആർ 3 ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ: സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. അങ്ങനെ 3 ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ്. അപ്പൊ അതില് ഫസ്റ്റ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ലാസ്റ്റ് ഇയറിൽ നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ആൾ ഒറ്റയ്ക്ക് നടത്തുന്ന സ്ഥാപനം, ഒരു സിംഗിൾ പ്രൊപ്രൈറ്റർ, ആ പ്രൊപ്രൈറ്റർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ബിസിനസ് റൺ ചെയ്യുന്നു. അതിൽ നിന്നുണ്ടാവുന്ന പ്രോഫിറ്റ്, എൻ്റയർ പ്രോഫിറ്റ് ഗോസ് ടു ദ പർട്ടിക്കുലർ പ്രൊപ്രൈറ്റർ. അതാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഒന്നിൽ കൂടുതൽ ആൾക്കാർ, അതായത് 2 അതിലധികമോ, സബ്ജക്ട് ടു എ മാക്സിമം ഓഫ് 20, അതാണ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് ഓഫ് 1932 പ്രകാരം മിനിമം 2 ആള്, മാക്സിമം 10 20 ആകും. 10 ബാങ്കിങ് കമ്പനീസുകൾക്ക് 10, അല്ലാത്തതിന് 20. അങ്ങനെ ഒരു നിയമമുണ്ട് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിൽ. അപ്പോൾ അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരിൽ കൂടുതൽ ചേർന്ന് നടത്തുന്ന സ്ഥാപനങ്ങളാണ് പൊതുവെ പാർട്ണർഷിപ്പ് എന്ന് പറയുക. പിന്നെ അത് കഴിഞ്ഞാൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി നമുക്ക് ഈ വർഷത്തെ ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ പാർട്ണർഷിപ്പില് മിനിമം 2 പേരുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പാർട്ണർഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ there is the question of profit sharing. സിംഗിൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഉള്ള ലാഭം മുഴുവനും നമ്മൾ ഓരോ പാർട്ട്ണറുടെ ക്യാപിറ്റലിലേക്ക് പോകും. നമുക്കറിയാം, കഴിഞ്ഞ കൊല്ലം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പഠിച്ചപ്പോൾ ക്യാപിറ്റലിൽ കൂടി നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തു, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ബാലൻസ് കിട്ടുന്നു. ആ പ്രോഫിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യും. ബാലൻസ് ഷീറ്റിൽ ആഡ് നെറ്റ് പ്രോഫിറ്റ് ലെസ് ഡ്രോയിങ്സ് നമ്മൾ കഴിഞ്ഞ വർഷം നോക്കിയിട്ടുള്ളതാണ്. എന്നാൽ പാർട്ണർഷിപ്പിൽ ദർ ആർ മിനിമം 2 പീപ്പിൾ, 2 3 4, 2ൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ 2 എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് ദ ക്വസ്റ്റ്യൻ ഓഫ് പ്രോഫിറ്റ് ഷെയറിംഗ് ഇൻ പാർട്ണർഷിപ്പ്. സോ ദാറ്റ് ഈസ് ദ മെയിൻ ഫീച്ചർ ഓഫ് പാർട്ണർഷിപ്പ്. പ്രോഫിറ്റുകൾ ഷെയർ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ലോസ് ആണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യപ്പെടും. പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ആർ ഷെയർഡ് ഇൻ പാർട്ണർഷിപ്പ്. ഇതാണ് പാർട്ണർഷിപ്പിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം. രണ്ടാമതായിട്ട്, പാർട്ണർഷിപ്പില് ലോസോ പ്രോഫിറ്റോ ഉണ്ടായി അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് എവിടേക്കാണ്? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിലേക്കാണ്. പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ണർഷിപ്പ് റൺ ചെയ്യുന്ന അതിലെ അംഗങ്ങളായിട്ടുള്ള ഓരോരുത്തരെയും നമ്മൾ പാർട്ട്നേഴ്സ് എന്ന് പറയും. അതായത് ഇൻഡിവിജ്വലി ദ മെമ്പേഴ്സ് ഓഫ് എ പാർട്ണർഷിപ്പ് ആർ കോൾഡ് പാർട്ട്നേഴ്സ്. സപ്പോസ് എ ആൻഡ് ബി റൺ എ പാർട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും ഇൻഡിവിജ്വലി ദേ ആർ ദ പാർട്ട്നേഴ്സ് ഓഫ് ബിസിനസ്. ഇവരെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ദേ ആർ കളക്റ്റീവ്ലി നോൺ ആസ് ഫേം. എയും ബിയും കൂടി ചേർന്നിട്ടുള്ള ആ സ്ഥാപനത്തിന് മൊത്തത്തിൽ നമുക്ക് ഫേം എന്ന് പറയും, പാർട്ണർഷിപ്പ് ഫേം എന്നാണ് പറയാം. അപ്പൊ അതുപോലെ പാർട്ണർഷിപ്പിലെ ഓരോ അംഗങ്ങളെയും നമ്മൾ പാർട്ട്നേഴ്സ് എന്ന് പറയും. ഈ പാർട്ട്നേഴ്സ് പ്രോഫിറ്റ് ഷെയർ ചെയ്യും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് പാർട്ണർഷിപ്പില് പാർട്ട്നേഴ്സ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആയാലും അത് ഷെയർ ചെയ്യുന്നു. ഇത് ഷെയർ ചെയ്ത് അവരുടെ ക്യാപിറ്റലിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക, ആസ് ഇൻ ദ കേസ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. അപ്പൊ അങ്ങനെ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇൻഡിവിജ്വലി ദേ ഹാവ് എ ക്യാപിറ്റൽ. ലൈക്ക് ഇപ്പൊ എയും ബിയും പാർട്ട്നേഴ്സ് ആണ്, അവർക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദർ വിൽ ബി എസ് ക്യാപിറ്റൽ, ദർ വിൽ ബി ബിസ് ക്യാപിറ്റൽ. ഇൻഡിവിജ്വലി ഈച്ച് പാർട്ട്ണർ വിൽ ഹാവ് എ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ആദ്യ ഭാഗത്ത് ഈ ജനറൽ പ്രിൻസിപ്പിൾസ്, ജനറൽ കൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ, പാർട്ണർഷിപ്പിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ട്സുമാണ്. അതിന്റെ കൂടെ തന്നെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്.
ഇത് രണ്ടുമാണ് പ്രോബ്ലത്തിൽ പ്രധാനമായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട അക്കൗണ്ട്സുകളെ കുറിച്ച് പറയുമ്പോൾ പാർട്ട്ണർഷിപ്പ് തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആദ്യം നമ്മൾ ഇതിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ പ്രിപ്പറേഷൻ പഠിക്കും. അതിനു മുമ്പ് ഒരു കാര്യം കൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിലെ പ്രൊവിഷൻസ് വെച്ചുകൊണ്ടാണ്. പക്ഷെ പല കാര്യങ്ങളിലും നിയമപരമായിട്ടുള്ള നിഷ്കർഷങ്ങളൊന്നും തന്നെ ഇല്ലാതെ തന്നെ പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം. ഇപ്പൊ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളോട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയേറെ നിയമപരമായ നൂലാമാലകൾ ഇല്ലാത്ത ടൈപ്പ് ഓഫ് ബിസിനസ് കമ്പയർ ചെയ്യുമ്പോൾ തീരെ നിയമത്തിന്റെ ബാധകമല്ല എന്നല്ല പറയുന്നത്. എങ്കിലും വെൻ കമ്പയർഡ് ടു ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ദർ ഈസ് ലെസർ കൺട്രോൾ ഓഫ് ദ ആക്ട്. പക്ഷേ സാധാരണ ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുന്നത് പാർട്ട്നേഴ്സ് തമ്മിൽ ഇന്റേണലി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ്. ദറ്റ് ഈസ് ദ കോൺട്രാക്ട് ഓർ ദ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്. അതിനെ വിളിക്കുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്നേഴ്സ് തമ്മിൽ ഉണ്ടാക്കുന്ന കരാർ. അതില് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട എല്ലാ വ്യവസ്ഥകളും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആർ ലേഡ് ഡൗൺ എന്നാണ് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡില്. അപ്പോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയായിരിക്കണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട വ്യവസ്ഥകൾ? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു പാർട്ട്നേഴ്സ് പ്രോഫിറ്റോ ലോസോ ഷെയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഷെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ, വീതിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു നിശ്ചിത അനുപാതം വേണം. ഒരാൾക്ക് പകുതി ആവശ്യപ്പെടാം, മറ്റൊരാൾക്ക് മുക്കാഭാഗം ആവശ്യപ്പെടാം. അപ്പൊ അങ്ങനെ തർക്കം ഉണ്ടാവരുത്. അപ്പൊ അതുകൊണ്ട് അവർ തമ്മിലുള്ള ലാഭത്തിന്റെ അനുപാതം നമുക്ക് തുല്യമായി പങ്കിടാം. അല്ലെങ്കിൽ 75% ഒരാള് എക്ക് 75%, ബിക്ക് ബാക്കി 25%, അല്ലെങ്കിൽ 50-50 എങ്ങനെ വേണമെന്നില്ല. അവർ തമ്മിലുള്ള മ്യൂച്വൽ ആയിട്ടുള്ള എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ അത് നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയും. The ratio in which the partners share their profits or losses. അതിനെയാണ് നമ്മൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയും. അപ്പൊ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ്, അതിന്റെ അനുപാതം, അത് എപ്പോഴൊക്കെയാണ് പങ്കിട്ടെടുക്കുക? ഡ്രോയിങ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് പാർട്ണർഷിപ്പിൽ നിന്ന് ബിസിനസ്സിൽ നിന്ന് സ്വന്തം ആവശ്യത്തിന് പണം എടുക്കുകയാണെങ്കിൽ എത്ര വരെ എടുക്കാം, അതിന് ഇൻട്രസ്റ്റ് ഉണ്ടോ, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ഉണ്ടോ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭാവിയിൽ പാർട്ട്ണർഷിപ്പിൽ നിന്ന് എപ്പോഴാണ് നമുക്ക് റിട്ടയർ ചെയ്ത് പോകാൻ പറ്റുക, അതോ റിട്ടയർമെന്റ് അലൗഡ് അല്ല, അതായത് ഇത് നിർത്തിപ്പോകുക, അല്ലെങ്കിൽ മൊത്തം ഈ സ്ഥാപനം നിർത്തിപ്പോകുക, അതിനെ ഡിസോൾവ് ചെയ്യുക എന്ന് പറയും, ഡിസൊല്യൂഷൻ. പാർട്ട്ണർഷിപ്പിലെ നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഡിസൊല്യൂഷൻ. അപ്പൊ ആ ഡിസോൾവ് ചെയ്യുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കാം? പല കാരണങ്ങളാൽ ഡിസൊല്യൂഷൻ നടക്കാം. അപ്പൊ അത് എങ്ങനെയൊക്കെ നടത്താം? റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് ആ പാർട്ട്ണർ അർഹനാണ്? ഒരു പാർട്ട്ണർ വരുമ്പോൾ, പുതിയൊരു പാർട്ട്ണറെ നമ്മൾ പ്രവേശിപ്പിക്കുമ്പോൾ അഡ്മിഷൻ എന്ന് പറയും. അഡ്മിഷൻ നടത്തുമ്പോൾ പാർട്ട്നേഴ്സ് എന്തെല്ലാം കൊണ്ടുവരണം, ഇങ്ങനെയുള്ള ഒരുപാട് ഭാവി കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വ്യവസ്ഥകൾ, അതാണ് നേരത്തെ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ. അത് ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം. അങ്ങനെ എഴുതപ്പെട്ട ഒരു രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൽ കൂടിയാണ് സാധാരണ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ജന്മമെടുക്കുക സാധാരണഗതിയിൽ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു പാർട്ട്ണർഷിപ്പ് ആക്ടില് ഡീഡ് നിർബന്ധമല്ല. പക്ഷെ 99.99% ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാവും. കാരണം എഴുതപ്പെട്ട ഒരു പ്രമാണം അല്ലെങ്കിൽ ഒരു രേഖ ഇല്ലാത്തടത്തോളം കാലം അങ്ങനെ വരുമ്പോൾ പൊതുവെ ഭാവിയിൽ ബിസിനസ്സാണ്, പണത്തിന്റെ കാര്യമാണ്, തർക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എഴുതപ്പെട്ട ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് എല്ലാ പാർട്ട്ണർഷിപ്പ് ഫേമിലും ഉണ്ടാവും. അപ്പോൾ പിന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാം, ഭാവിയിൽ തർക്കങ്ങളും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ മുന്നോട്ട് പോകാം. അങ്ങനെയുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലാത്ത ഒരു സ്ഥാപനത്തിൽ ഒരുപക്ഷെ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല, അല്ലെങ്കിൽ തന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ട്. ഞാൻ പറഞ്ഞു മിക്കവാറും എല്ലാ കേസിലും ഉണ്ട്. പക്ഷെ ചില കാര്യങ്ങളെ കുറിച്ച് വ്യക്തതയില്ല, വ്യക്തമായി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇപ്പൊ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടില്ല, ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ റേറ്റ് പറഞ്ഞിട്ടില്ല, ലോൺ കൊടുക്കുകയാണെങ്കിൽ അതിന് ഇൻട്രസ്റ്റിന്റെ റേറ്റ് ഇല്ല, പാർട്ട്ണർസിന് സാലറി വേണോ വേണ്ടയോ എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും അവ്യക്തതയുണ്ടെങ്കിൽ ആ കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാക്കാൻ വേണ്ടി പാർട്ട്ണർഷിപ്പ് ആക്ടിൽ കുറച്ച് ലീഗൽ
പ്രൊവിഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പ്രധാനമായിട്ട് നോക്കണം. അത് തിയറിയിലും ക്വസ്റ്റ്യൻ വരും, പ്രോബ്ലം ചെയ്യുമ്പോഴും നമുക്ക് ത്രൂ ഔട്ട് പാർട്ട്ണർഷിപ്പ് ആവശ്യമുള്ള ചില കാര്യങ്ങളാണ്. അതാണ് അത് ടെക്സ്റ്റിൽ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം. പ്രൊവിഷൻസ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ആക്ട് വിച്ച് ആർ അപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്, അല്ലെങ്കിൽ ഇഫ് ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഈസ് സൈലന്റ് എന്ന് പറയുന്നുണ്ട്. അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആണ് എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ എന്തെല്ലാം കാര്യങ്ങൾ പാർട്ട്ണർഷിപ്പില് അപ്ലിക്കബിൾ ആയിരിക്കും? ഭാവിയിൽ തർക്കങ്ങൾ ഒഴിവാക്കാതിരിക്കാൻ. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ, അഥവാ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ വ്യക്തതയില്ലെങ്കിൽ, വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ അപേക്ഷിക്കാം, പ്രാബല്യത്തിൽ ഉണ്ടാവുന്നത്. അതായത് ആ നിയമങ്ങൾ ബാധകമായിരിക്കും. താഴെ പറയുന്ന നിയമങ്ങൾ ആ ഫേമിന് ബാധകമായിരിക്കും. അപ്പൊ പിന്നെ തർക്കത്തിന്റെ പ്രശ്നമില്ല. എന്തെല്ലാമാണ് ആ കാര്യങ്ങൾ? ഇതാണ് അവർ ചോദിക്കുന്നത്. ക്വസ്റ്റ്യന്റെ മീനിങ് അതാണ്. വാട്ട് ആർ ദ പ്രൊവിഷൻസ് laid down in the Partnership Act in the absence of partnership deed, or if the partnership deed is silent about the following things? What are the provisions of the Act? ഇത് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതില് ഒന്നാമതായിട്ട് പറയുന്നു, profits and losses are to be shared equally. പ്രോഫിറ്റ്സും ലോസും to be shared equally. പ്രോഫിറ്റും ലോസും ഈക്വലി ഷെയർ ചെയ്യും. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഏതായാലും അത് ഈക്വലായിട്ട് ഷെയർ ചെയ്യേണ്ടതാണ്, തുല്യമായിട്ട്. അല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ അത് പാർട്ണർഷിപ്പ് ഡീഡിൽ പ്രത്യേകം പറഞ്ഞിരിക്കണം. ഒരാൾക്ക് 3/4 മറ്റൊരാൾക്ക് 1/4 ആകാം, നോ ഒബ്ജെക്ഷൻ. പക്ഷെ അവർ തമ്മിൽ എഗ്രിമെന്റ് ആയിട്ടായിരിക്കണം അത് ഡീഡിൽ പറഞ്ഞിരിക്കണം. ഡീഡിൽ പറഞ്ഞിട്ടുമില്ല, കൊല്ലവസാനിച്ച് ലാഭം വീതിക്കുന്ന സമയത്ത് ഇപ്പൊ എ പറയാണ് എനിക്ക് 3/4 വേണം, 75% പ്രോഫിറ്റ് എനിക്ക് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ബി ഈസ് നോട്ട് എഗ്രീയിങ് ഫോർ ദാറ്റ്, അങ്ങനെയാണെങ്കിൽ ഈ പാർട്ണർഷിപ്പ് ആക്ടിലെ ഈ നിയമം, അതായത് അവർ തുല്യമായിട്ട് പങ്കിടേണ്ടി വരും. അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം. പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ആർ ഷെയർഡ് ഈക്വലി. രണ്ടാമത്തെ കാര്യം, നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗബിൾ അല്ല. അതായത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിന്മേൽ ഇൻട്രസ്റ്റ് അലൗ ചെയ്യുന്നതല്ല. ഒരു പാർട്ട്നേഴ്സിനും ക്യാപിറ്റലിന്മേൽ ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാൻ പാടില്ല. ക്യാപിറ്റൽ എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിന്മേൽ ബിസിനസ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്നതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതിന് പാർട്ട്നേഴ്സ് അർഹരല്ല. വേണമെന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ പറഞ്ഞിരിക്കണം ഇത്ര ശതമാനം ഇൻട്രസ്റ്റ് വേണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. തേർഡ് വൺ, നോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഡ്രോയിങ്സിന്മേലും ഇൻട്രസ്റ്റ് അലൗബിൾ അല്ല. എന്താണ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ നിന്ന് സ്വന്തം ആവശ്യത്തിന് എടുക്കുന്ന പണം, പേഴ്സണൽ ആവശ്യത്തിന് എടുക്കുന്ന പണമാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്മേൽ പാർട്ട്നേഴ്സ് ബിസിനസ്സിലേക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. ആ ഇൻട്രസ്റ്റും അലൗബിൾ അല്ല. ഇഫ് ദ ഫേം റിക്വയേഴ്സ് സോ, ദാറ്റ് ഷുഡ് ബി laid down in the partnership. ആവശ്യപ്പെടാം ഫേമിന്. അങ്ങനെയാണെങ്കിൽ ഡീഡിൽ പറഞ്ഞു. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഡീഡിൽ പറയാത്ത കാര്യങ്ങൾ, ഡീഡിൽ സൈലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡീഡിൽ വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ വന്നാൽ ആക്ട് പ്രകാരം അപ്ലിക്കബിൾ ആയിട്ടുള്ള നിയമവശങ്ങളാണ് നമ്മൾ ഈ പഠിക്കുന്നത്. അപ്പൊ അതിൽ നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഫോർത്ത് വൺ, നോ സാലറീസ് അലൗഡ് ടു പാർട്ട്നേഴ്സ്. സാലറി ടു പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിന് സാലറി അലൗഡ് അല്ല. പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓണേഴ്സിലെ ഓരോരുത്തരാണ്, അംഗങ്ങളാണ്, ഓണർമാരാണ്. അപ്പൊ അവർക്ക് പിന്നെ സാലറിയുടെ പ്രശ്നം അലൗബിൾ അല്ല പറയാത്തോടത്തോളം കാലം.
പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതാണെങ്കിൽ പ്രോഫിറ്റ് കിട്ടും, ലോസ് ആണെങ്കിൽ അത് സഹിക്കുക. അതാണല്ലോ ബിസിനസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന റിസ്ക് എന്ന് പറയുന്നത്. പക്ഷേ പാർട്ട്ണർഷിപ്പിൽ പലപ്പോഴും സാലറി അലവബിൾ ആണ് പാർട്ട്നേഴ്സിന്. അങ്ങനെയാണെങ്കിൽ അത് ഡീഡിൽ പറയണം. ചിലപ്പോൾ പല പാർട്ട്ണർഷിപ്പിലും ചില പാർട്ട്നേഴ്സ് മാത്രമായിരിക്കും ആക്റ്റീവായിട്ട് ബിസിനസ്സിൽ രംഗത്തുണ്ടാവുക. ദേ ആർ കോൾഡ് ആക്റ്റീവ് പാർട്ട്നേഴ്സ്. സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് ഉണ്ട്. അവര് പൈസ ഇൻവെസ്റ്റ് ചെയ്യും, വേറെ ഒരു ബിസിനസിന്റെ കാര്യത്തിലും പങ്കെടുക്കില്ല. അവർക്ക് ലാഭം വീതിക്കുമ്പോൾ അവരുടെ ഷെയർ കിട്ടും. അവരെയാണ് ഡോമൻ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറയും. അപ്പൊ അല്ലാത്ത പാർട്ട്നേഴ്സ് ആക്റ്റീവ് ആകുമ്പോൾ അവർ ചിലപ്പോൾ പറയും ഞങ്ങളിത് ആക്റ്റീവായിട്ടാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്, അപ്പൊ ഞങ്ങൾക്ക് അഡീഷണൽ എഫേർട്സ് ഉണ്ട് പൈസയ്ക്ക് പുറമെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിന് സാലറി വേണം, റെമ്യൂണറേഷൻ വേണം എന്ന് പറഞ്ഞാൽ അത് എഗ്രിബിൾ ആക്കിയിട്ട് ഡീഡിൽ പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ദേ കൻ ഡ്രോ സാലറി. പക്ഷെ ഡീഡ് ഇല്ലാത്തോടത്തോളം കാലം ദേ ആർ നോട്ട് എൻറ്റൈറ്റിൽഡ് ടു സാലറി. അപ്പൊ അതുകൊണ്ട് സാലറി അലൗബിൾ അല്ല ആസ് പെർ ദ ആക്ട്. അതാണ് നോ സാലറി ടു പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ലോൺ at the rate of 6% is allowable on loans advanced by partners. Loans advanced by partners. അതെന്താണ്? ഏതെങ്കിലും പാർട്ട്നേഴ്സ് ലോൺസ് അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്ഥാപനത്തിലേക്ക് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ വരുമ്പോൾ ഫേം കടം വാങ്ങും. ഇപ്പൊ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം, ബാങ്കിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ എടുക്കാം. പല രീതിയിൽ നമുക്ക് വായ്പകൾ സ്വരൂപിച്ച് ആ പണം ബിസിനസിന് വേണ്ടി ഉപയോഗിക്കാം. അതാണ് ലോൺ എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പോൾ പുറത്തുനിന്ന് കടമെടുക്കുന്നതിന് പകരം ഇപ്പൊ പാർട്ട്നേഴ്സിൽ നല്ല ഫൈനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അവര് തന്നെ ലോൺ കൊടുക്കും സ്ഥാപനത്തിലേക്ക്. അവരുടെ ക്യാപിറ്റലൊക്കെ ആസ് യൂഷ്വൽ ഉണ്ടാവും. പിന്നെ അതിന് പുറമെ പുറത്തുനിന്ന് കടം വാങ്ങുന്നതിനേക്കാൾ അവർ അവരുടെ കയ്യിലുള്ള പണം ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് തിരിച്ചു കിട്ടുന്നതാണല്ലോ, കടമായിട്ട് കൊടുക്കുന്നതാണ്. ലോൺ ഗ്രാന്റ് ചെയ്യുന്നു. അതാണ് ലോൺസ് അഡ്വാൻസ്ഡ് ബൈ പാർട്ട്നേഴ്സ്. അപ്പൊ ലോൺ കൊടുക്കുമ്പോൾ വെറുതെ കൊടുക്കില്ല, അതിന് ഇൻട്രസ്റ്റ് വേണം. അപ്പോൾ ആ ഇൻട്രസ്റ്റ് 6% പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം പറഞ്ഞിട്ടുള്ളത്. ഒരു വർഷത്തേക്ക് 6% പ്രകാരം അഡ്വാൻസ് ചെയ്ത തുകയുടെ 6% ഇൻട്രസ്റ്റ് ഫേമിൽ നിന്നും പാർട്ട്നേഴ്സിന് കൊടുക്കുക. അത് ഡീഡിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ, നേരത്തെ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഡീഡിൽ ചിലപ്പോൾ 10% ആവശ്യപ്പെടാം, 12 ആകാം, 15 ആകാം. ദാറ്റ്സ് അപ് ടു ദ പർട്ടിക്കുലർ എഗ്രിമെന്റ്. ഇല്ലെങ്കിൽ ഒരിക്കലും ആ പാർട്ട്ണർക്ക് 6% കൂടുതൽ ക്ലെയിം ചെയ്യാൻ പാടില്ല. 6% മാക്സിമം കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. ഇതൊക്കെയാണ് പൊതുവെ ഡീഡ് ഇല്ലാത്ത പാർട്ട്ണർഷിപ്പ് ഫേമുകളിൽ നമ്മൾ അലൗ ചെയ്യുന്ന, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് അലൗ ചെയ്യുന്ന നിയമവശങ്ങൾ. സോ ദീസ് ആർ ദ provisions of Indian Partnership Act that are applied in the absence of partnership deed. ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഈ ജനറൽ കൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ പ്രൊവിഷൻസ്. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമുക്ക് വരുന്നത്, പ്രധാനമായിട്ടും പ്രിപ്പയർ ചെയ്യേണ്ടി വരിക, നമുക്ക് ഞാൻ പറഞ്ഞു 2 അക്കൗണ്ടുകളാണ്. അതിൽ ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ടും ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടുമാണ്. അപ്പൊ അതില് ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ട്സിന്റെ പ്രിപ്പറേഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. സോ വി ആർ ഗോയിങ് ടു പ്രിപ്പയർ ക്യാപിറ്റൽ അക്കൗണ്ട്സ്. ക്യാപിറ്റൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ 2 സിസ്റ്റം ഉണ്ട്. വൺ ഈസ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, 2 ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഇങ്ങനെ 2 മെത്തേഡ്സിലാണ്, 2 സിസ്റ്റങ്ങളിൽ കൂടി നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഏത് വേണമെന്നുണ്ടെങ്കിലും ക്വസ്റ്റ്യനിൽ പറയുന്ന പ്രകാരം ചെയ്യാം, അല്ല ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാം. പക്ഷെ വി ഷുഡ് നോ വി ക്യാൻ പ്രിപ്പയർ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഇൻ 2 ways.
under two systems. They are fixed capital method and fluctuating capital method. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ രണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും ഒരു പാർട്ട്ണറുടെ പേരിൽ. ഓരോ പാർട്ട്ണറുടെ പേരിലും ദർ ആർ ടു പാർട്ട്നേഴ്സ് എ ആൻഡ് ബി. എയുടെ പേരിൽ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ബിയുടെ പേരിലും ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പൊ അതില് എയുടെ പേരിൽ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എയ്സ് ക്യാപിറ്റൽ സാധാരണ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഞാനിവിടെ ഫുൾ ഫോർമാറ്റ് വരയ്ക്കുന്നില്ല, ജസ്റ്റ് എമൗണ്ട് കോളം മാത്രമേ ഉള്ളൂ. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ് അതെല്ലാം ഉണ്ട്. അപ്പൊ അതിൽ ദിസ് ഇസ് ദ ക്രെഡിറ്റ് സൈഡ്, സോറി ഡെബിറ്റ് സൈഡ്, ദിസ് ഇസ് ക്രെഡിറ്റ് സൈഡ്. അപ്പൊ നമ്മള് ക്യാപിറ്റൽ അക്കൗണ്ടില് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ നമ്മള് ഓപ്പണിംഗ് ബാലൻസ് മാത്രമേ കാണിക്കുള്ളൂ ക്യാപിറ്റൽ അക്കൗണ്ട്. വേറെ ഒന്നും ക്യാപിറ്റൽ അക്കൗണ്ടിലാവില്ല. എയുടെ ക്യാപിറ്റലായാലും ബിയുടെ ക്യാപിറ്റലായാലും ഒക്കെ തന്നെ ഒറ്റ ക്യാപിറ്റൽ അക്കൗണ്ടേ ഉണ്ടാവും. സോറി, ഒറ്റ എമൗണ്ട് മാത്രമേ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാവുള്ളൂ. അതായത് ഓപ്പണിംഗ് ബാലൻസ് മാത്രം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഷോസ് എ ബാലൻസ് ഓഫ് സോ ആൻഡ് സോ എമൗണ്ട് ഓൺ 1st January 1st April വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ഡേറ്റ് പറഞ്ഞിട്ട് ഓപ്പണിംഗ് ഡേറ്റിൽ ഇത്ര ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഓപ്പണിംഗ് ബാലൻസ് മാത്രമേ ക്യാപിറ്റൽ അക്കൗണ്ട് ഓരോരുത്തരുടെ ക്യാപിറ്റൽ, എയുടെ ക്യാപിറ്റലും ബിയുടെ ക്യാപിറ്റലും സിയുടെ ക്യാപിറ്റലും എത്ര പാർട്ട്നേഴ്സ് ഉണ്ട് അവരുടെ ക്യാപിറ്റലൊക്കെ ഓപ്പണിംഗ് ബാലൻസ് മാത്രമേ കാണിക്കുള്ളൂ. ക്യാപിറ്റൽ ഈസ് എ ലയബിലിറ്റി. അപ്പൊ അതുകൊണ്ട് അതിന്റെ ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണ്, അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ് എഴുതി 50,000 ഓപ്പണിംഗ് ബാലൻസ് ആണെങ്കിൽ അത് മാത്രം ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ബിയുടെ 25,000 ആണെങ്കിൽ ഇതുപോലെ ബിയുടെ ക്യാപിറ്റല് എമൗണ്ട്. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടില് വി ഷോ ഓൺലി ഓപ്പണിംഗ് ബാലൻസ്, അത്രേ ഉള്ളൂ. പക്ഷേ ക്യാപിറ്റലിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട് നമുക്ക്. അപ്പൊ ആ ട്രാൻസാക്ഷൻസ് എവിടെ രേഖപ്പെടുത്തും? അതാണ് ഞാൻ പറഞ്ഞത്. അതിനുവേണ്ടി മറ്റൊരു അക്കൗണ്ട് കൂടി പ്രിപ്പയർ ചെയ്യണം. ദാറ്റ് ഈസ് കോൾഡ് കറന്റ് അക്കൗണ്ട്. അതിന് കറന്റ് അക്കൗണ്ട്, അതും മറ്റൊരു ലെഡ്ജർ അക്കൗണ്ട് ഇതേ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. മറ്റൊരു ലെഡ്ജർ അക്കൗണ്ട് തന്നെ, പിന്നെ പേര് മാറും. ഏസ് ക്യാപിറ്റല്, ഏസ് കറന്റ് അക്കൗണ്ട്. ക്യാപിറ്റലിൽ വന്ന ഓപ്പണിംഗ് ബാലൻസ് ഒഴികെ ബാക്കി എല്ലാ എൻട്രികളും കറന്റ് അക്കൗണ്ടിലാണ് വരിക, ആ പാർട്ട്നേഴ്സിന്റെ പേരിൽ. അതായത് സാധാരണ എന്തൊക്കെ വരും ഒരു ക്യാപിറ്റൽ അക്കൗണ്ടില്? പാർട്ട്നേഴ്സ് ഞാൻ പറഞ്ഞു, പ്രോഫിറ്റോ ലോസോ എന്തായാലും ഒരു വർഷം ബിസിനസ് ചെയ്യുമ്പോൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ ലാഭമോ നഷ്ടമോ പങ്കിടണം. അപ്പൊ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ്, അപ്പൊ അത് വരും. പ്രോഫിറ്റ് ആണെങ്കിൽ ദാറ്റ് ഇൻക്രീസ് ദ ക്യാപിറ്റൽ. ക്യാപിറ്റലിനെ എന്ത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലും ദാറ്റ് ഈസ് ടു ബി ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്, ബിക്കോസ് ഐ ടോൾഡ് യു ഇറ്റ്സ് എ ലയബിലിറ്റി. ലയബിലിറ്റി ഓൾവേസ് ഇൻക്രീസ് ബൈ ക്രെഡിറ്റിംഗ് ഇറ്റ്. Definitely, capital is to be credited with the amount of profit. Profit is added to capital or profit increase the capital. So that is credited to. Accounting language പറയുമ്പോൾ നമ്മൾ പറയും profit is credited to capital account. അപ്പോൾ ക്യാപിറ്റൽ കറണ്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് നമ്മളിവിടെ കറണ്ട് അക്കൗണ്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും ബൈ പ്രോഫിറ്റ്. അഥവാ ലോസ് ആണെങ്കിൽ ദാറ്റ് റെഡ്യൂസ് ദ ക്യാപിറ്റൽ. ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യണം. ലയബിലിറ്റി ക്രെഡിറ്റ് ആണ്, ക്രെഡിറ്റ് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ലോസ് കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് വരിക. ദിസ് ഈസ് ദ ഡെബിറ്റ് സൈഡ് ആൻഡ് ദിസ് ഈസ് ദ ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ ലോസ് ഡെബിറ്റഡ് ടു കറണ്ട് അക്കൗണ്ട്. പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റഡ് ടു കറണ്ട് അക്കൗണ്ട്. റീസൺ പ്രോഫിറ്റ് ഇൻക്രീസ് ദ ക്യാപിറ്റൽ, ലോസ് റെഡ്യൂസ്. സോ ദിസ് ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ഐറ്റം ഇല്ലാതെ ഒരിക്കലും ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഐദർ പ്രോഫിറ്റ് ഓർ ലോസ് എന്തായാലും ഒരു വർഷം ബിസിനസ് ചെയ്താലും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് രണ്ടാമത് നേരത്തെ പറഞ്ഞു, പേഴ്സണൽ ആവശ്യത്തിന് പാർട്ട്നേഴ്സ് പൈസ വിത്ഡ്രോ ചെയ്യും ഫേമിൽ നിന്ന്. ദാറ്റ് ഈസ് കോൾഡ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് റെഡ്യൂസ് ദ ക്യാപിറ്റൽ. അപ്പോ ക്യാപിറ്റൽ അത് ഡെബിറ്റ് ചെയ്യും. കാരണം റെഡ്യൂസ്, ഞാൻ പറഞ്ഞു ഇപ്പൊ ലോസ് എന്താ ഡെബിറ്റ് ചെയ്യാൻ കാരണം?
ഇറ്റ് റെഡ്യൂസ് ദ ക്യാപിറ്റൽ. അതേപോലെ ഡ്രോയിങ്സ് ഓൾസോ റെഡ്യൂസ് ദ ക്യാപിറ്റൽ. അപ്പൊ ഡെബിറ്റ് സൈഡിൽ വരുന്ന മറ്റൊരു ഐറ്റം ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ടു ബി ഡെബിറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും. പിന്നെ വരുന്നതൊക്കെ സാധാരണ വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പ്രൊവിഷൻസ് പറഞ്ഞപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലവബിൾ ആകാം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അലവബിൾ ആകാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അഗൈൻ എന്ന് വീണ്ടും പറയാം, ക്യാപിറ്റലിന്മേൽ ബിസിനസ് പാർട്ട്ണർക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ബിസിനസ്സിന് അത് എക്സ്പെൻസ് ആണ്, കാരണം ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കിട്ടിയിരിക്കുകയാണ് പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്ന്. അപ്പം ബിസിനസ്സാണ് ഫേമിലേക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് അത് ബിസിനസ്സിന് എക്സ്പെൻസ് ആണ്, അത് ക്യാപിറ്റലിലേക്ക് കൊടുക്കുന്നു, പാർട്ട്നേഴ്സിന് കൊടുക്കുന്നു എന്നർത്ഥം. സോ ദാറ്റ് ഓൾസോ ഇൻക്രീസ് ദ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിനെ വർദ്ധിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. പ്രോഫിറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ക്രെഡിറ്റഡ്. എല്ലാ ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസും ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യുക. അതാണ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ ആസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻക്രീസ് ദ ക്യാപിറ്റൽ, ദാറ്റ് ഈസ് ഓൾസോ. പിന്നെ ഏത് രീതിയിൽ പാർട്ട്നേഴ്സിന് ഏത് എമൗണ്ടും കിട്ടാവുന്നതൊക്കെ ക്രെഡിറ്റ് ചെയ്യുക. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ടാകാം. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ടെങ്കിലും അത് പാർട്ട്നേഴ്സിന് കിട്ടുന്നതാണ്. അവർ ലോൺ കൊടുക്കുന്നു, ലോണിന്മേൽ ഫേമിൽ നിന്നും ആ പാർട്ട്ണർക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ദാറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഫിക്സഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ കറണ്ട് അക്കൗണ്ട്. വി ആർ ഫോളോയിങ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അപ്പോ ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഈ ഡ്രോയിങ്സിന്മേലും ഇൻട്രസ്റ്റ് വരാം. ഡ്രോയിങ്സ് ബിസിനസ്സിൽ നിന്ന് പ്രൊപ്പറേറ്റർ എടുക്കുന്നതാണ്. പ്രൊപ്പറേറ്റർ മീൻസ് പാർട്ട്ണർ. അപ്പൊ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. ദാറ്റ്സ് എൻ ഇൻകം ടു ദ ബിസിനസ്. അപ്പൊ അത് കൊടുക്കുമ്പോൾ പാർട്ട്ണറുടെ ക്യാപിറ്റൽ കുറയും. ഇറ്റ് റെഡ്യൂസ് ദ ക്യാപിറ്റൽ. സോ അഗൈൻ ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട്. സോ ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അത് ഡെബിറ്റ് ചെയ്യും. അപ്പോൾ കുറെ ഐറ്റംസ് ഇതുപോലെ ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്, കുറെ ഡെബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് പഠിക്കാൻ ഏറ്റവും എളുപ്പമാർഗം അതിന്റെ അടിസ്ഥാന തത്വം മനസ്സിലാക്കിയിരിക്കുക. Capital is a liability. So all liabilities are credited to increase. ലയബിലിറ്റികൾ ഇൻക്രീസ് ചെയ്യാണ് ക്രെഡിറ്റ് ചെയ്യുമ്പോൾ. റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ദ ബേസിക്. എനി ലയബിലിറ്റി, ക്യാപിറ്റൽ ഈസ് എ ലയബിലിറ്റി. സോ ദാറ്റ് ഈസ് വൈ ദീസ് ഐറ്റംസ് ആർ ക്രെഡിറ്റഡ് ആൻഡ് ദീസ് ആർ ഡെബിറ്റഡ്. ഇത് നമ്മൾ വ്യക്തമായിട്ടും അറിഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ സ്ഥിരം ഇതിൽ വരുന്ന ഐറ്റംസ്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു പാർട്ട്നേഴ്സിന് സാലറി കൊടുക്കും ചിലപ്പോൾ. അപ്പൊ അതും പാർട്ട്നേഴ്സിന് കിട്ടേണ്ടതാണ്. സോ അഗൈൻ ഇറ്റ് ഇൻക്രീസ് ദ ക്യാപിറ്റൽ. ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ക്രെഡിറ്റ് ചെയ്യും. സോ സാലറി അലൗഡ് ടു ദ പാർട്ട്നേഴ്സ്, ദാറ്റ്സ് ഓൾസോ ക്രെഡിറ്റഡ്. ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ബാലൻസ് amount that is carried down. ഏത് ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന പോലെ ക്യാരി ഡൗൺ ചെയ്യും. ക്യാപിറ്റലിൽ നമുക്ക് വേറെ ഒന്നുമില്ല, ആ ഒരൊറ്റ എമൗണ്ടേ ഉള്ളൂ ക്രെഡിറ്റ് സൈഡിൽ. അത് ക്യാരി ഡൗൺ ചെയ്യുക 50,000. ആ ഒരൊറ്റ എൻട്രി ഉള്ളൂ ക്യാപിറ്റൽ അക്കൗണ്ട്. അതുകൊണ്ടാണ് അതിന്റെ പേര് വരാൻ കാരണം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ഫിക്സഡ് ഫോർ എവർ എന്ന് പറഞ്ഞാൽ അതിൽ ചെറിയൊരു എക്സെപ്ഷൻ ഉള്ളത്, അതിലേക്ക് വീണ്ടും പണം ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് അഡീഷണൽ ക്യാപിറ്റൽ. അഡീഷണൽ ക്യാപിറ്റൽ വരികയാണെങ്കിൽ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യും. വീണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ ക്രെഡിറ്റ് വരിക. ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ എന്താ എൻട്രി? ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അതാണ് ഏത് ബിസിനസ്സും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നു, ക്യാഷ് വരുന്നു. ക്യാഷ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്യാഷ് ഈസ് ഡെബിറ്റഡ്. ഇൻക്രീസ് ദ ക്യാപിറ്റൽ, ഞാനിപ്പോൾ പറഞ്ഞ പോലെ ലയബിലിറ്റി ആണ് ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാപിറ്റൽ. ആ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ ബൈ ക്യാഷ് എന്നുള്ള ഒരു എൻട്രി കൂടി വരാം. അതുപോലെ ഇപ്പൊ ഇത്
റണ്ണിങ് ബിസിനസ്സിനാണ് ഈ ബാലൻസ് ബ്രോട്ട് ഡൗൺ വരുന്നത്. റണ്ണിങ് ബിസിനസ് പറഞ്ഞാൽ ഓൾറെഡി മുൻപ് സ്റ്റാർട്ട് ചെയ്തുള്ള ബിസിനസ് ഒരു കൊല്ലം ആരംഭിക്കുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് വരും. കഴിഞ്ഞ കൊല്ലം ഇല്ലാത്തൊരു സ്ഥാപനം ഇക്കൊല്ലം ആരംഭിക്കാൻ പോണ സ്ഥാപനത്തിന് കഴിഞ്ഞ കൊല്ലത്തെ ഹിസ്റ്ററി ഒന്നുമില്ല, അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. അപ്പോൾ ഇപ്പോഴത്തെ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ക്യാഷ് കൊണ്ടുവരുന്നതാണ്. അപ്പൊ എൻട്രി ഇങ്ങനെ വരാം, ക്യാഷ് അക്കൗണ്ട് അറ്റ് ക്യാപിറ്റൽ. അപ്പൊ അതിന് തെറ്റിദ്ധാരണ വേണ്ട. എപ്പോഴും ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓപ്പണിംഗ് ബാലൻസും ആകാം, അല്ലെങ്കിൽ ക്യാഷ്. പറയാണ് A&B കമൻസ്ഡ് പാർട്ണർഷിപ്പ് ഓൺ 1st January 1985 എന്ന് പറയുകയാണെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ഈസ് ക്യാപിറ്റൽ, ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ബീസ് ക്യാപിറ്റൽ, അങ്ങനെയാണ്. അപ്പൊ ബൈ ക്യാഷ് എന്നാ വരിക. അപ്പൊ ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. അല്ല, ഈസ് ക്യാപിറ്റൽ ഷോസ് എ ബാലൻസ് ഓഫ് 50,000 on 1st January 85 എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓപ്പണിംഗ് ബാലൻസ്. സോ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ വി ഹാവ് ടു പുട്ട് ദ എൻട്രി. സോ ഇറ്റ് ക്യാൻ ബി ഐദർ ഓപ്പണിംഗ് ബാലൻസ് ഓർ ദ എമൗണ്ട് ഓഫ് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ്. ഇതായിരിക്കും ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാവും. അതുകൊണ്ടാണ് അതിന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് നിന്ന് ചേഞ്ച് വരുന്നത് വളരെ റെയർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ മാത്രമാണ്. ബാക്കി ക്യാപിറ്റലിനോട് ബന്ധപ്പെട്ട ക്യാപിറ്റൽ എന്തായാലും വർഷം അവസാനിക്കുമ്പോൾ മാറും, ഒരിക്കലും തുടക്കത്തിലുള്ളതായിരിക്കില്ല. കാരണം ദർ ആർ സോ മെനി ഐറ്റംസ് വിച്ച് ഇസ് റിലേറ്റിംഗ് ടു ദ ക്യാപിറ്റൽ അക്കൗണ്ട് ദാറ്റ് ഒക്കേഴ്സ് ഇൻ എ ബിസിനസ്. ഒരു ബിസിനസ്സിൽ എപ്പോഴും ഒരു കൊല്ലം ഞാൻ പറഞ്ഞല്ലോ പോകും, ചുരുങ്ങിയത് വേറെ ഒന്നുമില്ല. ഇപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇല്ലാന്ന് വെക്കാം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇല്ലാന്ന് വെക്കാം, സാലറി ഇല്ലാന്ന് വെക്കാം, ലോൺ കൊടുത്തില്ല എന്ന് വെക്കാം. ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള കേസുകളാണ്. പക്ഷെ ഒരു ബിസിനസ് ചെയ്താൽ ഒന്നുകിൽ ലാഭം അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാവുമല്ലോ. ഇപ്പൊ എക്സാം എഴുതി കഴിഞ്ഞാൽ ഒന്നുകിൽ ജയിക്കും അല്ലെങ്കിൽ തോൽക്കും എന്ന് പറയുന്ന പോലെ ഒന്നുകിൽ ലാഭം ഉണ്ടാവും അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാവും. അപ്പോൾ പ്രോഫിറ്റിന്റെ ലോസിന്റെ എൻട്രി എന്തായാലും വരും. അപ്പൊ അതുകൊണ്ട് ഈ ഒറിജിനൽ എൻട്രി ഓപ്പണിംഗ് ബാലൻസിന്റെയോ ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റിന്റെയോ എൻട്രി ഒഴികെ ബാക്കി വരുന്ന അറ്റ്ലീസ്റ്റ് ഈ ഒരു എൻട്രി എങ്കിലും ഉണ്ടാവും. അപ്പൊ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് കൂടാതെ ഒരു അക്കൗണ്ടിന്റെയും കൂടി ആവശ്യം നമുക്ക് ഉണ്ടാവും. അതാണ് കറണ്ട് അക്കൗണ്ട്. ചുരുങ്ങിയതിൽ ഈ ഒരു പ്രോഫിറ്റിന്റെ എൻട്രി അല്ലെങ്കിൽ ലോസിന്റെ എൻട്രി ഉണ്ടാവും. അതാണ് ഞാൻ പറയാൻ കാരണം. പിന്നെ വരാവുന്നതാണ് മറ്റുള്ളത് പറഞ്ഞു. പക്ഷെ പൊതുവെ പാർട്ട്ണർഷിപ്പിൽ ഇതൊക്കെ കോമൺ ആണ്. ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, സാലറി ഒക്കെ പലപ്പോഴും പാർട്ട്നേഴ്സിൽ സാലറി അലൗബിൾ ആണ്. പല പാർട്ട്നേഴ്സും ആക്റ്റീവ് ആയിട്ടുള്ള ചില പാർട്ട്നേഴ്സൊക്കെ ഗൾഫിലും മറ്റുള്ള പുറം രാജ്യങ്ങളിലൊക്കെ ആയിരിക്കും. ഇവിടെ ആയിരിക്കും പാർട്ട്ണർഷിപ്പ് റൺ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ പാർട്ട്നേഴ്സിന് അഡീഷണൽ ആയിട്ടുള്ള റെമ്യൂണറേഷൻ കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പാർട്ട്നേഴ്സിന് സാലറി അവർക്ക് അലൗബിൾ ആണ്. അതുകൊണ്ടാണ് സാലറി ഉണ്ടാകും എന്ന് പറയാൻ കാരണം. അപ്പൊ ഇതാണ് ഒരു ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ പ്രിപ്പറേഷൻ അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അപ്പൊ അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് there are 2 accounts in the name of each partner. One is a capital account. അതിലൊരൊന്ന് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ള പേരിലാണ്. അതിൽ ക്രെഡിറ്റ് സൈഡില് ഓപ്പണിംഗ് ബാലൻസോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക, പെർമനന്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക ബൈ ദ എൻട്രി ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ. അതിന്റെ പോസ്റ്റിംഗ് ആണ് ഇവിടെ ബൈ ക്യാഷ് എന്ന് പറയുന്ന ക്യാപിറ്റൽ ക്രെഡിറ്റിൽ വരുന്നത്. അല്ല ഓപ്പണിംഗ് ബാലൻസ് ആണെങ്കിൽ ബാലൻസ് ബ്രോട്ട് ഡൗൺ, വേറെ ഒന്നും വരില്ല. ബാക്കിയുള്ളതെല്ലാം അതേ പാർട്ട്ണറുടെ പേരിൽ ഓപ്പൺ ചെയ്യുന്ന ഒരു കറന്റ് അക്കൗണ്ടിന്റെ പേരിലായിരിക്കും. കറന്റ് അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് പോലെ തന്നെ ലെഡ്ജർ അക്കൗണ്ട്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ക്യാപിറ്റൽ അക്കൗണ്ട്. പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം അതേ പ്രിൻസിപ്പിള്. ക്രെഡിറ്റ് സൈഡിൽ ക്യാപിറ്റലിനെ ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ്, ഡെബിറ്റ് സൈഡിൽ റെഡ്യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, സാലറി. ഇതിലേതൊക്കെ എ എന്ന് പറയുന്ന പാർട്ട്ണർക്ക് ഉണ്ട് അതൊക്കെ ക്രെഡിറ്റ് ചെയ്യുക. അതുപോലെ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ, നഷ്ടം ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. ബാലൻസ് ദാറ്റ് ഈസ് ദ ക്ലോസിംഗ് ബാലൻസ്. ഇതാണ് കറണ്ട് അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ്. ഇത് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ്. അങ്ങനെ 2 ബാലൻസുകൾ ക്യാപിറ്റലിനും കറണ്ട് അക്കൗണ്ടിനുമായിട്ട് ഉണ്ടാവും. ദിസ് ഈസ് അണ്ടർ ദ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഇതാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇനി ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, അതാണ് രണ്ടാമത്തെ മെത്തേഡ്. ക്യാപിറ്റൽ അക്കൗണ്ടിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കും. അപ്പോൾ there are 2 methods of preparing capital accounts. Now we have seen fixed capital account നമ്മൾ പഠിച്ചു. ഇനി വരുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്.
ഫ്ലക്ച്വേറ്റിംഗ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ചേഞ്ച് വരാവുന്ന ബാലൻസുകളായിരിക്കും. ഈ ഫ്ലക്ച്വേറ്റിംഗ് എന്നുള്ള വാക്കിന്റെ തന്നെ അർത്ഥം വേരിയേഷൻ വരുന്നതിനെയാണ് നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ്. മാറി മാറി ഉണ്ടാവും, മാറ്റത്തിന് വിധേയമായിട്ടുള്ള അക്കൗണ്ടുകൾ, അതാണ് ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറയുന്നത്. ഫ്ലക്ച്വേറ്റിംഗ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ദാറ്റ് ഈസ് ബൈ ദ നെയിം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ. ആ മെത്തേഡിന്റെ തന്നെ പേര് അതാണ്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ. അപ്പൊ അതിനും നമ്മള് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ക്യാപിറ്റൽ അക്കൗണ്ട് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലും ഉണ്ടായിരുന്നു ക്യാപിറ്റൽ അക്കൗണ്ട്, ഇതിലുമുണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട്. സാധാരണ നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് വരച്ചു. ഇതാണ് ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദ ഫോർമാറ്റ്. നമ്മള് അക്കൗണ്ടുകൾ വരയ്ക്കുമ്പോൾ അതിന്റെ പ്രോപ്പർ ഫോർമാറ്റിൽ വരയ്ക്കണം. ലൈക്ക് ഡേറ്റ് ഉണ്ടാവും, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ജേർണൽ ഫോളിയോ, എമൗണ്ട്, അങ്ങനെ അതിന്റെ ഫോർമാറ്റിൽ വേണം ഇത് വരയ്ക്കാൻ. മനസ്സിലായില്ലേ? ഡേറ്റ് ഉണ്ടാവും, പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, എമൗണ്ട്, ആ ഫോർമാറ്റിൽ വേണം അത് വരയ്ക്കാൻ. വരയ്ക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഐറ്റംസ് ഒക്കെ സെയിം തന്നെ, വേറൊരു രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നു. അതുകൊണ്ട് വേറൊരു മെത്തേഡായിട്ട് ഇതിന് പറയുന്നു. അപ്പൊ നമ്മൾ ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് ആണ് കാണിക്കുന്നത്. അപ്പൊ അത് കാണിച്ചു, ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. ഇനി അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ചിലപ്പോ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടഡ് ബിസിനസ്, പാർട്ട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവില്ല. അപ്പൊ ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നു, നേരത്തെ ചെയ്ത പോലെ. അപ്പൊ ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാപിറ്റൽ, ഈ രണ്ട് എൻട്രി ആണ് നേരത്തെ ക്യാപിറ്റൽ അക്കൗണ്ട് കാണിച്ചത് അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അതേപോലെ തന്നെ ഇവിടെ ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാപിറ്റൽ എന്നതാണ്. അപ്പൊ ബൈ ക്യാഷ്, ഇത് ഏതെങ്കിലും ഒരു മെത്തേഡാണ് പറയുന്നത്. അപ്പൊ ഐദർ ക്യാഷ് ഓർ ബൈ ഓപ്പണിംഗ് ബാലൻസ്. അപ്പൊ ആ എമൗണ്ട് കാണിച്ചു. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ അതോടുകൂടി ക്യാപിറ്റൽ അക്കൗണ്ട് കഴിഞ്ഞു. അത് ബാലൻസ് ചെയ്യുന്നു, ക്ലോസ് ചെയ്തു. ബാക്കി എല്ലാ എൻട്രിയും വേറൊരു അക്കൗണ്ടിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത്. ദാറ്റ് ഈസ് കറണ്ട് അക്കൗണ്ട്. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒറ്റ ക്യാപിറ്റൽ അക്കൗണ്ട് മതി. നമുക്കൊരു കറണ്ട് അക്കൗണ്ട് ആവശ്യമില്ല ഓരോ പാർട്ട്ണറുടെ പേരിലും. ഓരോ പാർട്ട്ണർക്കും ഒരൊറ്റ ക്യാപിറ്റൽ അക്കൗണ്ട്. എക്ക് ഒരു ക്യാപിറ്റൽ, ബിക്ക് ഒരു ക്യാപിറ്റൽ, സിക്ക് ഒരു ക്യാപിറ്റൽ, പിന്നെ ഒരു കറണ്ട് അക്കൗണ്ടോ ഒരു അഡീഷണൽ ക്യാപിറ്റൽ അക്കൗണ്ടോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാ എൻട്രിയും ഒരൊറ്റ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരണം. അതാണ് ഫ്ലക്ച്വേറ്റ്. അതാണ് ഫ്ലക്ച്വേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഓരോ വർഷവും ബാലൻസ് ചെയ്തുകൊണ്ട് മാറിക്കൊണ്ടിരിക്കും. നേരത്തെ പറഞ്ഞ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഒരൊറ്റ ബാലൻസേ ഉള്ളൂ. ഓപ്പണിംഗ് ബാലൻസ് എഴുതും, അത് ക്യാരി ഡൗൺ ചെയ്യും. പിന്നത്തെ കൊല്ലം അത് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരും, ക്യാരി ഡൗൺ ചെയ്യും. ഇറ്റ് വിൽ ഗോ ലൈക്ക് ദാറ്റ്. ഇവിടെ അതല്ല, എല്ലാ എൻട്രികളും ഇതിലാ വരുന്നത്. അപ്പൊ അത് മാറിക്കൊണ്ടിരിക്കും. ഈ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരും. വീണ്ടും അടുത്ത കൊല്ലം കുറെ എൻട്രികൾ വരും. അപ്പൊ അടുത്ത വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് വീണ്ടും മാറും. സോ ഇറ്റ് ചേഞ്ചസ്. അതുകൊണ്ട് അതിനെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ എന്നുള്ള പേര് തന്നെ വരും. അപ്പൊ എന്താ, എങ്ങനെയാ വരിക? ഇനി നേരത്തെ കറണ്ട് അക്കൗണ്ടിൽ വന്ന എല്ലാ എൻട്രിയും ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരും. ഉദാഹരണത്തിന് എന്തൊക്കെ വന്നു? പ്രോഫിറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു കറണ്ട് അക്കൗണ്ട്, അതുകൂടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ലോസ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്തു, ലോസ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്. പ്രോഫിറ്റ് വന്നു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വന്നു. നേരത്തെ പറഞ്ഞ പോലെ ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ ക്രെഡിറ്റ് ചെയ്തു. സാലറി വന്നു പാർട്ട്നേഴ്സിന്, അത്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ വന്നു, അത്. These are all items which increase the capital. അതൊന്നും മാറ്റില്ല. നേരത്തെ പറഞ്ഞു, നേരത്തെ അത് എൻ്റർ ചെയ്ത സ്ഥലവും ഇപ്പൊ എൻ്റർ ചെയ്യുന്ന സ്ഥലവും വ്യത്യാസമുണ്ട്. സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എൻ്റർ ചെയ്തത് കറണ്ട് അക്കൗണ്ടിലായിരുന്നു, ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. ബിക്കോസ് ഹിയർ വി ഹാവ് നോ അതർ ഓപ്ഷൻ. നമുക്ക് വേറെ ഇനി മാർഗമൊന്നുമില്ല. ഈ ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ ഓരോ പാർട്ട്ണറുടെ പേരിൽ. അപ്പൊ അതുകൊണ്ട് എല്ലാ എൻട്രി ഇവിടെ കാണിക്കണം, അത്രേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും കൂടി ജോയിൻ ചെയ്ത് നമ്മളിപ്പോൾ ഒരുമിച്ച് കാണിക്കുന്നു, കൺസോളിഡേറ്റ് ചെയ്തു എന്ന് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. എ സിംഗിൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ഓപ്പൺഡ് ഇൻ ദ നെയിം ഓഫ് ഈച്ച് പാർട്ട്ണർ അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ. നേരത്തെ എന്തൊക്കെയാണ് കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തത്? ലോസ്,
ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ദാറ്റ് റെഡ്യൂസ് ദ ക്യാപിറ്റൽ, അത് ഡെബിറ്റ് ചെയ്തു. ലോസ് ഡെബിറ്റ് ചെയ്തു. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അതും പാർട്ട്നേഴ്സ് കൊടുക്കേണ്ടതാണ് ഫാമിലി. ഞാൻ നേരത്തെ പറഞ്ഞത് ഫാമിലി ഇൻകമാണ്. അപ്പോൾ ഇതെല്ലാം ഡെബിറ്റ് ചെയ്തു. നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്ത് നമുക്ക് എമൗണ്ട് കിട്ടി. ഇവിടെ ബാലൻസുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ക്ലോസിംഗ് ബാലൻസ് കിട്ടി. ദാറ്റ് ഈസ് ബാലൻസ് ക്യാരി ഡൗൺ. ക്യാപിറ്റലിന്റെ ക്ലോസിംഗ് ബാലൻസ് കിട്ടി. വി സ്റ്റാർട്ട് വിത്ത് ദ ഓപ്പണിംഗ് ബാലൻസ് ആൻഡ് വിത്ത് ദ ക്ലോസിംഗ് ബാലൻസ്. വി ഹാവ് ഓൺലി വൺ ബാലൻസ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് ഈച്ച് പാർട്ട്ണർ. അപ്പൊ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇവിടുന്ന് ഒരു തിയറി ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. അത് പ്രാക്ടിക്കലി പ്രിപ്പയർ ചെയ്യാനും അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനും നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് പഠിക്കാം. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ ആൻഡ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതറിയാം. മനസ്സിലായില്ലേ? അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് there are two accounts opened in the name of each partner, one capital account and another current account. Capital account shows only opening balance and the amount of investment. All the other entries relating to the capital or all other transactions which are relating to capital are shown in another account opened in the name of each partner, that is current account. അതേ പാർട്ട്ണറുടെ പേരിൽ ഓപ്പൺ ചെയ്യുന്ന കറന്റ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിൽ അത് രേഖപ്പെടുത്തുന്നു. അതിൽ ക്യാപിറ്റലിന് ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ ക്രെഡിറ്റ് ചെയ്യും. അത് ക്യാപിറ്റൽ അക്കൗണ്ടിലായാലും കറന്റ് അക്കൗണ്ടിലായാലും റെഡ്യൂസ് ചെയ്യുന്നതൊക്കെ ഡെബിറ്റ് ചെയ്യും. ക്ലോസ് ചെയ്യും ബാലൻസ്. ഫ്ലക്ച്വേറ്റിംഗ് സിസ്റ്റത്തിൽ only one account is opened, that is capital account. No current account is required. Opening balance അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് either in this form ഏതെങ്കിലും ഒരു രീതിയിൽ വരും. പിന്നെ അഡീഷണൽ ക്യാപിറ്റൽ വരുമെങ്കിൽ മാത്രമാണ് ഈ ക്യാഷ് വരിക. പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് നേരത്തെ പറഞ്ഞ തന്നെ ഐറ്റംസ് ഒക്കെ റിപ്പീറ്റേഷൻ ആണ്. ഇവിടെ ഒരുമിച്ച് കാണിക്കും, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ ബാലൻസ് ചെയ്യുന്നു, യു ഗെറ്റ് ക്ലോസിംഗ് ബാലൻസ്. ഇങ്ങനെ രണ്ട് സിസ്റ്റത്തിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് പഠിക്കുമ്പോൾ ഇത് രണ്ടും പഠിക്കണം. മനസ്സിലായോ? അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ പാർട്ട്ണർഷിപ്പിൽ ത്രൂ ഔട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇനി പാർട്ട്ണർഷിപ്പിൽ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ പ്രിൻസിപ്പിൾ തന്നെ ബേസിക് കൺസെപ്റ്റ്സ് എന്നാണ്, അല്ലെങ്കിൽ ജനറൽ കൺസെപ്റ്റ്സ് ആണ് ഇതിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര്. ഇത് പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാനുള്ള ഒരു ചാപ്റ്റർ എന്നാൽ കവിഞ്ഞ് വേറെ യാതൊന്നുമില്ല ഇതിന്. പക്ഷെ ഇതിന്റെ അടിത്തറ പാകുന്നത് വരാൻ പോകുന്ന ചാപ്റ്ററുകളിലേക്കുള്ള വലിയൊരു വഴികാട്ടിയായിട്ടാണ്. അടുത്ത ചാപ്റ്റർ അഡ്മിഷൻ, പിന്നെ റിട്ടയർമെന്റ്, ഡെത്ത്, ഡിസൊല്യൂഷൻ, ഇങ്ങനെ പാർട്ട്ണർഷിപ്പിൽ സംഭവിക്കുന്ന ഓരോ സിറ്റുവേഷനും അതിൽ പ്രധാനമായിട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പാർട്ട്നേഴ്സിലെ ക്യാപിറ്റലിന്റെ ചേഞ്ചുകളാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പൊ ഈ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ പ്രിപ്പറേഷൻ അറിയില്ലെങ്കിൽ അതൊന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല. അതിൽ ഓരോ ഐറ്റം ചിലപ്പോൾ പുതിയ ഐറ്റംസ് ചിലതൊക്കെ ഓരോന്ന് കണ്ടുകൊണ്ടു വരും. അത് എഴുതുക എന്നുള്ളത് വലിയ വിഷയമൊന്നുമല്ല. പക്ഷെ അത് എവിടെ ക്രെഡിറ്റ് ചെയ്യണോ ഡെബിറ്റ് ചെയ്യണോ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് പൊതുവേ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസിന്റെ സ്വഭാവമാണ് അറിയേണ്ടത്. ഐറ്റംസ് ബൈഹാർട്ട് ചെയ്തുകൊണ്ട് യാതൊരു കാര്യമില്ല. മകപ്പ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ വോമിറ്റ് ചെയ്ത് എക്സാമിനേഷൻ പേപ്പറിൽ വെക്കാന്നല്ലാതെ യാതൊരു കാര്യവും ഉണ്ടാവില്ല. അത് നമ്മൾ ഹൃദിസ്ഥമാകണമെന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യകാരണ സഹിതം പഠിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇതെന്തുകൊണ്ട് എന്നുള്ളത് മനസ്സിലാക്കി പഠിച്ചാൽ ഇനി വരുന്ന ചാപ്റ്ററുകളിലൊക്കെ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ വളരെ ഈസി. അതിനാണ് കൂടുതൽ സമയം എടുക്കുക. അപ്പൊ അത് സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് പ്രിസ്ക്രൈബ് ടൈമിനുള്ളിൽ അത് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിൽ പ്രധാനമായിട്ട് ഈ രണ്ട് സിസ്റ്റം പഠിക്കണം, അതിൽ വരുന്ന ഐറ്റംസ്. അപ്പൊ എന്തുകൊണ്ട് ഇത് വരും, ഇതൊക്കെ എന്തുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു നമ്മൾ സെൽഫ് ചോദിക്കാം. വൈ പ്രോഫിറ്റ് ഈസ് ക്രെഡിറ്റഡ്, വൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഈ വൈ എന്നുള്ള ക്വസ്റ്റ്യൻ സ്വയം നമ്മളോട് ചോദിച്ചാൽ വി ഷുഡ് ഗെറ്റ് ദ ആൻസർ. ആൻസർ കിട്ടിയാൽ അത് മനസ്സിലായി എന്നർത്ഥം, മനസ്സിലായില്ലെങ്കിൽ ആ ആൻസർ കിട്ടില്ല. ടെക്സ്റ്റിൽ വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്.
അത് നല്ലോണം വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ അവിടെ ഇരുന്ന് എന്നെ വിളിക്കുക. അപ്പം തന്നെ അത് ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. അപ്പം മുന്നോട്ട് പോകാൻ പറ്റും. ആ ഡൗട്ട് അവിടെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോക്ക് നടക്കില്ല. അപ്പം അതുകൊണ്ട് ഏത് ഡൗട്ടും അപ്പോഴപ്പോൾ ക്ലിയർ ചെയ്യുക. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ഉപയോഗിക്കുക. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ കിട്ടിയെന്ന് അർത്ഥം. ഈ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ട് നമ്മൾ കരസ്ഥമാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇതിൻ്റെ ഒപ്പം ഒരു അക്കൗണ്ടിന്റെ പ്രിപ്പറേഷനും കൂടി പഠിച്ചാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ഇതിലെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കും. ഇത് വായിച്ച് പഠിച്ച് കാര്യങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് വെച്ചാലാണ് അടുത്ത ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പ്രോബ്ലം ചെയ്യേണ്ടി വരും. അപ്പം അതിന് വേണ്ടിയിട്ട് ആ അക്കൗണ്ടിന്റെ കൂടി ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു. ഇതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ഇതിന്റെ പ്രിപ്പറേഷനോടൊപ്പം അല്ലെങ്കിൽ ചിലപ്പോൾ അത് മാത്രമായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ആ അക്കൗണ്ടിന്റെ പേര് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ആ അക്കൗണ്ടിന്റെ പേര് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ്. സാധാരണ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന അതേ ഹെഡിങ് ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. സാധാരണ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്ന പോലെ ഒരു ഡെബിറ്റ് സൈഡ്, ഒരു ക്രെഡിറ്റ് സൈഡ്, 2 amount കോളം. ഇതാണ്. അപ്പൊ ഇത് സാധാരണഗതിയിൽ പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, ഇതും പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ്. സാധാരണ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കഴിഞ്ഞ കൊല്ലം നമ്മൾ പഠിച്ചിട്ടുള്ള ഫൈനൽ അക്കൗണ്ട്സിൽ പഠിച്ചിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത്, അതായത് ലാഭനഷ്ട കണക്ക് അത് പ്രിപ്പയർ ചെയ്തിട്ടാണ് ബാലൻസ് ഷീറ്റിലേക്ക് പോവുക. അപ്പോൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അതിന് മുന്നോടിയായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. അതേപോലെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റൊക്കെ പാർട്ട്ണർഷിപ്പിലും ഉണ്ട്. ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. അത് നമുക്കിവിടെ നോക്കണ്ട. പക്ഷെ അതേ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അതേ രൂപത്തിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെയും ഉദ്ദേശമൊക്കെ അത് തന്നെ. ഇതിലും ഐറ്റംസ് ഒക്കെ ചിലത് വരുന്നുണ്ട്. പക്ഷെ ഇത് പ്രിപ്പയർ ചെയ്യുന്ന സിറ്റുവേഷനും അതിന്റെ ആവശ്യകതയും അതിലെന്തൊക്കെ ഐറ്റംസ് വരിക എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ അത് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഇത് പ്രിപ്പയർ ചെയ്യാം. അത് വളരെ സിമ്പിൾ ആണ്. അതിന്റെ പേര് തന്നെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്നല്ല, പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അവിടെ ഫൈനൽ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷമാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇനിയും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു സ്ഥാപനത്തിൽ ഒരു കൊല്ലം ഒരു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടേ ഓപ്പൺ ചെയ്യും ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ്. അത് കഴിഞ്ഞു, നെറ്റ് പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞു. പക്ഷേ അതിനുശേഷം സ്ഥാപനത്തില് കണക്കുകൾ പരിശോധിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട പല ഐറ്റംസും അല്ലെങ്കിൽ പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ട പല ഐറ്റംസുകളും നമ്മളവിടെ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ എടുത്തതിൽ ചില മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ പല കാരണങ്ങളുണ്ടാകാം. കൂടുതൽ സാഹചര്യത്തിലും പല ഐറ്റംസും എടുത്തിട്ടുണ്ടാവില്ല. കാരണം ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിനുള്ള സാവകാശം കിട്ടില്ല. പൊതുവെ ഫൈനാൻഷ്യൽ ഇയർ എൻഡിങ്ങിൽ ഈ ഫൈനലൈസേഷൻ നടക്കുമ്പോൾ സ്ഥാപനങ്ങളൊക്കെ അക്കൗണ്ട്സുകൾ വളരെ ബിസി ആയിരിക്കും. അപ്പോൾ ഇത് പലപ്പോഴും ടൈം ബൗണ്ട് ആയിരിക്കും ഇതിന്റെ പ്രിപ്പറേഷൻ. കാരണം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ ഇപ്പോൾ സെയിൽ ടാക്സ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് അല്ലെങ്കിൽ ഗവൺമെന്റിന് അതിന് ചില റവന്യൂ ആയി ബന്ധപ്പെട്ട ചില ഡിപ്പാർട്ട്മെന്റുകളിലേക്ക്, ബാങ്കുകളിലേക്ക് ഒക്കെ ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ അത് ഇന്ന സമയത്തിനുള്ളിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും പ്രായോഗികമായി പല ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുണ്ടാവും. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ശരിക്കുള്ള നെറ്റ് പ്രോഫിറ്റ് കിട്ടുക. നമുക്കറിയാം പാർട്ട്ണർഷിപ്പിൽ പ്രോഫിറ്റ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, അത് വീതിക്കണം, ടു ബി ഷെയർഡ് അമംഗ് ദ പാർട്ട്നേഴ്സ്. അപ്പൊ അത് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ട് വേണം അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്യാൻ.
അപ്പോൾ ആ കറക്റ്റ് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വർഷം പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള പല എക്സ്പെൻസുകളും പൊതുവെ എക്സ്പെൻസുകളാണ്, പല ഐറ്റംസും അപൂർവം കണക്കിലെടുക്കാതെ ആയിരിക്കും പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കറക്റ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ച് ആ പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കും. ആ ഷെയറിങ്, ദാറ്റ് ഈസ് ഡിവിസിബിൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്, ഡിവൈഡ് ചെയ്യേണ്ട പ്രോഫിറ്റ്. ആ ഡിവിസിബിൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇതാണ് അതിന്റെ ഉദ്ദേശം, ഒബ്ജക്റ്റീവ് ഓഫ് പ്രിപ്പയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. അപ്പൊ നമ്മളോട് പറയാ, ഫൈൻഡ് ഔട്ട് ദ നെറ്റ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ പ്രിപ്പയർ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അങ്ങനെ ഏത് രീതിയിലും ആകാം. അതിന് കുറച്ച് കാര്യങ്ങളും പറയും. ആ കാര്യങ്ങൾ പഠിച്ചാൽ അതിൽ വരുന്ന ഐറ്റംസും നമുക്ക് പിടികിട്ടും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഓൾറെഡി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. വി ഹാവ് എ നെറ്റ് പ്രോഫിറ്റ് വിച്ച് ഈസ് നോട്ട് ദ ഡിവിസിബിൾ പ്രോഫിറ്റ്. അപ്പൊ ആ പ്രോഫിറ്റിൽ നിന്ന് ഡിവിസിബിൾ പ്രോഫിറ്റ് കണ്ടെത്തണം. അപ്പൊ ദാറ്റ് മീൻസ് വി ആർ സ്റ്റാർട്ടിംഗ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വിത്ത് ദ നെറ്റ് പ്രോഫിറ്റ് ഗിവൺ. ഒരു ഗിവൺ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവും, അതിൽ നിന്ന് ഡിവിസിബിൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അപ്പോ ആ ഡിവിസിബിൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റ് ഗിവൺ ആയിരിക്കും. ആ നെറ്റ് പ്രോഫിറ്റ് ഗിവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നിന്നും കണ്ടുപിടിച്ചിട്ടുള്ള, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നിന്നും പ്രിപ്പയർ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും. അത് തന്നിട്ടുണ്ടാവും മോസ്റ്റ്ലി, സേ 50,000 rupees. ദിസ് ഈസ് ആസ് പെർ പി ആൻഡ് എൽ അക്കൗണ്ട്. ഇത് ബൈ നെറ്റ് പ്രോഫിറ്റ് എന്ന് കാണിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ബൈ ഇതൊരു എൻട്രി ആയിട്ട് എഴുതുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അത് കിട്ടുന്നത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ്. ബൈ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് കാണിക്കാം. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അറ്റർ ടു പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് എഴുതുന്നു. കാരണം ദാറ്റ് പ്രോഫിറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അങ്ങനെ ഏത് രീതിയിലും എഴുതാം. ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി ഒരു കാര്യം നോക്കിയാൽ മതി, എന്തെല്ലാമാണ് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, ഇവര് വിട്ടുപോയ കാര്യങ്ങൾ, ഡിവിസിബിൾ പ്രോഫിറ്റ് കിട്ടാതിരിക്കാനുള്ള കാരണങ്ങൾ, അതാണ് ഇതിലുണ്ടാവുക. അപ്പൊ അതെന്തെല്ലാമാണ് എന്നുള്ളതാണ് നോക്കിയത്. അപ്പൊ ഇതിൽ വരാവുന്ന കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഇതിൽ വരുന്ന ഐറ്റംസും പിടികിട്ടും, അത്രേ ഉള്ളൂ. അത് എഴുതി വെച്ച് ബാലൻസ് ചെയ്താൽ യു ഗെറ്റ് ദ നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ പാർട്ണർഷിപ്പിന്റെ ഒരു ഫീച്ചർ, പാർട്ണർഷിപ്പിന്റെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഒരു ഫീച്ചറും ലാഭം വീതിക്കുന്ന ആ കാര്യമൊക്കെ നമുക്കിവിടെ എടുത്ത് കാണിക്കാൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് ദ ഒബ്ജക്ട് ഓഫ് പ്രിപ്പയറിംഗ് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ ഒരു കാര്യം, അങ്ങനെ അതിൽ വിട്ടുപോകാവുന്ന ഒരു കാര്യം, വരാവുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലോവബിൾ ആണ് 5%. ദാറ്റ് ഈസ് നോട്ട് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് 6% ഉണ്ട്, അത് ദാറ്റ് ഈസ് ഈ 5% 6% these are all examples not taken into consideration. A, the partner is entitled to a salary of rupees 10,000. B, the partner had advanced loan to the extent of 1 lakh rupees on which the interest is not at all calculated. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലോ ചെയ്തിട്ടില്ല, പക്ഷെ അത് കൺസിഡർ ചെയ്തിട്ടില്ല. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ട്, കൺസിഡർ ചെയ്തിട്ടില്ല. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ട്, അത് പരിഗണിച്ചിട്ടില്ല. സാലറി അലൗഡ് ആണ് ഒരു പാർട്ട്ണർക്ക്, അത് കൊടുത്തിട്ടില്ല. അപ്പൊ ഇതൊക്കെ കാണിക്കാതെയാണ് അവർ പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് ദാറ്റ് പ്രോഫിറ്റ് വിച്ച് ഈസ് 50,000 ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിവിസിബിൾ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഈ തന്നിട്ടുള്ള പ്രോഫിറ്റ് 50,000 നിന്ന് നമുക്ക് ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ നമുക്ക് കഴിച്ച് ബാക്കി വല്ലതുണ്ട് കൺസിഡർ ചെയ്തിട്ട് ബാക്കിയുള്ള പ്രോഫിറ്റ് ആണ് ഡിവിസിബിൾ പ്രോഫിറ്റ്. അത് ഡിവൈഡ് ചെയ്ത് കാണിക്കുക. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ട കർമ്മം. അപ്പൊ അതില് ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് ദ റേറ്റ് ഓഫ് 5% ഈസ്
ഒമിറ്റഡ് അല്ലെങ്കിൽ ചെയ്തിട്ടില്ല, കണ്ടുപിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് അതിന് ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ ഒന്നുണ്ടാവും. എയുടെ ക്യാപിറ്റൽ 1 lakh, ബിയുടെ ക്യാപിറ്റൽ 1 lakh. രണ്ടുപേരും ഓരോ ലക്ഷമാണ് അവരുടെ ക്യാപിറ്റൽ. അപ്പൊ ആ ക്യാപിറ്റൽ തന്നു. ഇതിന്റെ 5% ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, വിച്ച് ഈസ് നോട്ട് അറ്റ് ഓൾ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആരാർക്ക് കൊടുക്കുന്നു? ഫേം പാർട്ട്നേഴ്സിന് കൊടുക്കുന്നു. അപ്പൊ ഫേമിന് അത് എക്സ്പെൻസ് ആണ്, പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് അത് ഫേമിന് എക്സ്പെൻസ് ആണ്. അപ്പോൾ എക്സ്പെൻസ് ഒക്കെ ഡെബിറ്റ് ചെയ്യുക. പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ, ഇൻകം ഒക്കെ ക്രെഡിറ്റ് ചെയ്യും. അത് നമുക്കറിയാം. പ്രോഫിറ്റ് എക്സ്പെൻസ് ആർ ഓൾ ഡെബിറ്റഡ് ആൻഡ് ഇൻകംസ് ആർ ക്രെഡിറ്റഡ്. അപ്പോൾ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ as an expense it is debited. അതിന്റെ റീസൺ അറിയാം. എക്സ്പെൻസുകളെല്ലാം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. അതുകൊണ്ട് അത് ഡെബിറ്റ് ചെയ്തു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പാർട്ട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞു, ഇത് പ്രിപ്പയർ ചെയ്യുന്ന ആ ഫീച്ചറും കൂടി ഒന്ന് എക്സ്പോസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്സ്പെൻസ് ആണ് നമ്മൾ ഡെബിറ്റ് ചെയ്തു, കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്. സാലറി ഡെബിറ്റ് ചെയ്തു. പക്ഷെ ഇവിടെ ഓരോ പാർട്ട്ണർഷിപ്പിലും ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പൊ നോക്കുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്കും കൊടുക്കണം, ബിക്കും കൊടുക്കണം. അപ്പൊ എയുടെ ക്യാപിറ്റൽ 5%, 1 lakhന്റെ 5% 5,000. ബിക്ക് 1 lakhന്റെ 5% 5,000, ടോട്ടൽ 10,000. This is the way in which we present the profit loss appropriation account. See on the debit side, interest on capital, debit side A 5,000, B 5,000. ഇതാണ് പാർട്ട്ണർഷിപ്പിൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതിന്റെ സ്പെഷ്യൽ ഫീച്ചർ എക്സ്പോസ് ചെയ്ത് കാണിക്കൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നഷ്ടമാണ്, ഡെബിറ്റ് ചെയ്യും. ഇതേ സമയത്ത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണെങ്കിലോ പാർട്ട്നേഴ്സ് ഫേമിലേക്ക് കൊടുക്കേണ്ടതാണ്. അപ്പൊ ഇൻകം ആണ്, ഫേമിന് കിട്ടുക. ഇൻകംസ് ആർ ക്രെഡിറ്റഡ്. അപ്പോ ഇവിടെ വരുന്നത് ബൈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അതും ഇതുപോലെ ഓരോരുത്തർക്കും ഉണ്ടാവും ഡ്രോയിങ്സ്. എ ബി ഉദാഹരണം എമൗണ്ട് തന്നു. ബി 300, ബി 200, ആകെ 500. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഓഫ് ഈച്ച് പാർട്ട്ണർ. അപ്പൊ അത് ഇൻകം ആയതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യും, ഫേമിലേക്ക് കിട്ടുക. നേരത്തെ പറഞ്ഞു എ ഈസ് എൻറ്റൈറ്റിൽഡ് ടു എ സാലറി ഓഫ് 10,000. സാലറി കൊടുക്കുന്നു ഫേമിൽ നിന്ന്. ഫേമിന് എക്സ്പെൻസ് ആണ്. അഗൈൻ ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു സാലറി. ആർക്കുള്ളതാണ്? എ. അത് എടുത്ത് കാണിക്കണം. അതാണ് പാർട്ട്ണർഷിപ്പിൽ. വെറുതെ സാലറി എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ചെയ്ത് നെറ്റ് പ്രോഫിറ്റ് കിട്ടി. നെറ്റ് പ്രോഫിറ്റ് കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മാർക്ക് കിട്ടില്ല. മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് പാർട്ട്ണർഷിപ്പിന്റേതാണ് ആ പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. Everywhere you have to specify, you have to mention the name of the partner because that directly goes to his capital account. അത് ക്യാപിറ്റൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടതാണ്, ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പറേഷനിൽ വരുന്നതാണ്. ആ എൻട്രി അവിടെ വന്നിരിക്കണം. അല്ലാതെ വെറുതെ സാലറി എന്ന് പറഞ്ഞാൽ ആരുടെ സാലറി എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. There are two partners A and B, so whose salary? അപ്പൊ അത് സ്പെസിഫൈ ചെയ്ത് കാണിക്കണം. ദാറ്റ് ഡയറക്ട്ലി goes to his capital account. അത് എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകണം. അത് മനസ്സിലുണ്ടായാൽ പോരാ, അതിവിടെ കാണിച്ചിരിക്കണം. എയുടെ ക്യാപിറ്റല് 10,000 ആണ് ഉള്ള സാലറി. സോ ടു ശരിക്കും എൻട്രി ചോദിക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഈസ് ക്യാപിറ്റൽ എന്നാണ്. അത് സാലറി ആണ് ആ എക്സ്പെൻസ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി അവിടെ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ എൻട്രി വൈസ് നോക്കിയാൽ, പോസ്റ്റിംഗ് നോക്കിയാൽ നമ്മൾ അങ്ങനെ നോക്കണം. അപ്പൊ അതുകൊണ്ട് ക്യാപിറ്റൽ ഈസ് ക്രെഡിറ്റഡ് എൻട്രി P&L അക്കൗണ്ട് ഡെപ്റ്റർ ടു ഈസ് ക്യാപിറ്റൽ. അപ്പൊ സാലറി എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇൻകം ആണ്, ക്രെഡിറ്റ് ചെയ്തു. സോ ലൈക്ക് ദിസ് നമ്മള് ഓരോന്ന്. ഇനിയിപ്പോ ഇൻട്രസ്റ്റ് ഓൺ ലോൺ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ലോൺ 1 ലക്ഷം, അതിന്റെ 6%. അപ്പൊ 6,000 ഇൻട്രസ്റ്റ് ഓൺ ലോൺ. അഗൈൻ ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ്. ഫേം കൊടുക്കുന്നതാണ് പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. അത് ഏത് പാർട്ട്ണർക്ക്? ബി. അപ്പൊ ബി എന്ന് എഴുതണം 6,000. ഇങ്ങനെ ഓരോ ഏതൊക്കെ ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എക്സ്പെൻസ്. ഇതിലൊന്നും പുതിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പുതിയ ഓരോ പാർട്ട്ണറുടെ പേര് കാണിക്കാതെ ഡിവൈഡ് ചെയ്യുക ഇതൊക്കെ ഉള്ളൂ. ഈ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടൊക്കെ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ റിപ്പീറ്റേഷൻ ആണ്. അതിന്റെ ഒക്കെ ഒരു 10% ഉള്ളൂ ഇത്. അപ്പൊ അതുകൊണ്ട് അതൊന്നും അല്ല ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ എയും ബിയും അതുപോലെ പാർട്ട്നേഴ്സിനെ സ്പെഷ്യൽ മെൻഷനിങ്ങോട് കൂടിയിട്ട് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഒക്കെ എക്സ്പോസ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ഫീച്ചർ. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അറിയാത്തവർ അതൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞെടുത്ത് നോക്കിയിട്ട് വേണം ഇതിലേക്ക് വരാൻ. എന്നാലേ എളുപ്പം മനസ്സിലാവുള്ളൂ. മനസ്സിലായില്ലേ?
ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ദ ഒബ്ജക്റ്റ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ ഡിവിസിബിൾ പ്രോഫിറ്റ്. ദ പ്രോഫിറ്റ് ഗിവൺ ഈസ് നോട്ട് ഡിവിസിബിൾ പ്രോഫിറ്റ്. അപ്പൊ ഈ ഐറ്റംസ് ഒക്കെ അവർ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പോവാണ് ഡിവിസിബിൾ പ്രോഫിറ്റ്. സാധാരണ പ്രോഗ്രസ് കൊണ്ട് ബാലൻസ് ചെയ്യുന്ന പോലെ ബാലൻസ് ചെയ്യുന്നു. 50,500 നമ്മളത് ബാലൻസ് ചെയ്തു, പ്രോഫിറ്റ് കിട്ടുന്നു. ദിസ് ഈസ് 26,000. അപ്പോൾ 24,500 ആണ് ബാലൻസ് വരെ. 9,500 ടോട്ടൽ വന്നത്. അത് ബാലൻസിന്റെ കൂടെ 20,000 26,000 ഉണ്ട്. ബാലൻസ് 24,500. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ദിസ് ഈസ് ദ ടോട്ടൽ ഡിവിസിബിൾ പ്രോഫിറ്റ്. റിമെമ്പർ, ഇറ്റ് ഈസ് ദ ടോട്ടൽ ഡിവിസിബിൾ പ്രോഫിറ്റ്. വി ഹാവ് 2 പാർട്ട്നേഴ്സ്. നമുക്ക് 2 പാർട്ട്ണർമാരുണ്ട്, എയും ബിയും. അവർക്ക് വീതിച്ചു കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു പാർട്ട്ണർഷിപ്പിന്റെ പ്രധാന ഫീച്ചർ ഞാൻ പറഞ്ഞു തുടങ്ങിയത് അവിടെ നിന്നാണ്. പാർട്ട്നേഴ്സിന്റെ സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നത് അത് പങ്കിടലാണ്. പങ്കിടുന്നത് ഏത് അനുപാതത്തിലാണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. സേ ഈക്വലി 1:1 എന്നുള്ള റേഷ്യോ ആണെങ്കിൽ അവർ തുല്യമായിട്ട് അത് പങ്കിടുന്നു. അപ്പോൾ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവിസിബിൾ പ്രോഫിറ്റ് ആണ്. ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് എഴുതുക. അത് ആർക്കൊക്കെയാണ്? എ ബി സി. ഇത് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇവിടെ കാണിക്കണം. അല്ലാതെ ആകെ 24,500 കാണിച്ചാൽ അവിടെ മാർക്ക് കുറയും. അതാണ് ഞാൻ പറഞ്ഞത്, പാർട്ട്ണർഷിപ്പിന്റെ ഫീച്ചർ ആയിട്ട് കാണിക്കണം. അപ്പൊ ഇത് തുല്യമായിട്ടാണെങ്കിൽ ഇതിന്റെ പകുതി 12,250 എക്ക്, 12,250 ബിക്ക്. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 24,500 ടോട്ടൽ പ്രോഫിറ്റ്. ദിസ് ഈസ് ദ ഡിവിസിബിൾ പ്രോഫിറ്റ്. അത് എക്കും ബിക്കും തുല്യമായി പങ്കിട്ടു. തുല്യമാകാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. ദേ ആർ ഈക്വൽ പാർട്ട്നേഴ്സ് എന്ന് പറയും. ദിസ് ഈസ് ഹൗ വി പ്രിപ്പയർ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇത് കഴിഞ്ഞിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ ഇത് രണ്ടും കൂടിയ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഇത് ഓരോന്നും P&L അക്കൗണ്ട് പ്രിപ്പറേഷൻ മാത്രമായിട്ടൊരു 4 മാർക്ക് ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ ആയിട്ട് വരാം. അങ്ങനെയുള്ള ഒരു മീഡിയം ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാവുന്ന. ഇതാണ് ഈ ജനറൽ കൺസെപ്റ്റ്സിലെ ആദ്യത്തെ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഇത് മനസ്സിലാക്കി വെച്ചാൽ ഇത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് വെറുതെ ഇത് വരച്ച് അവിടെ ഐറ്റംസ് ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കണക്ക് ചെയ്യാൻ, രണ്ടാമത്തെ കണക്ക് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? തന്നെയല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൽ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പറേഷനും ഇതിന്റെ ഈ ഫീച്ചേഴ്സും ഒക്കെയാണ് അടുത്ത് വരാൻ പോകുന്ന 3 പ്രധാനപ്പെട്ട ചാപ്റ്റർ. പാർട്ട്ണർഷിപ്പ് പകുതി പുസ്തകം തന്നെ കഴിയും ഈ കൊല്ലത്തെ. അപ്പൊ അതുകൊണ്ട് അത് മുഴുവനും കൈവിട്ടു പോകും ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ കംപ്ലീറ്റ് റീസണബിൾ ആയിട്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കുക. മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ എനിക്ക് മിസ് കോൾ തരാം, ഞാൻ തിരിച്ചു വിളിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതൊപ്പം തന്നെ ഓവർ ദ ഫോൺ ഞാൻ പറഞ്ഞുതരാൻ പറ്റും, അല്ലെങ്കിൽ അടുത്ത ക്ലാസ് ഇവിടെ നമുക്ക് പറഞ്ഞുതരാൻ പറ്റും. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് ഇത്രയും ക്ലിയർ ആക്കുക, എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. അടുത്തതിൽ പ്രോബ്ലം ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിൽ തിയറി പാർട്ട് വളരെ വ്യക്തമായിട്ട് ആദ്യത്തെ കുറച്ച് പേജുകളിൽ പാർട്ട്ണർഷിപ്പ് പറഞ്ഞിട്ടുണ്ട്. അതൊരു പ്രാവശ്യമൊന്നും വായിച്ചാലും മുഴുവൻ മനസ്സിലാവില്ല. വായിച്ച് റിപ്പീറ്റ് ചെയ്ത് വായിച്ചിട്ട് മനസ്സിലാവാത്ത കാര്യങ്ങൾ, എൻട്രികൾ, വരുന്ന ഐറ്റംസ്, ഇതെല്ലാം ക്ലിയർ ആക്കണം അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്ക്. അപ്പോഴത്തേക്ക് അതിൽ എന്തൊക്കെയുണ്ട് സംശയങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇമ്മീഡിയറ്റ്ലി എന്നെ വിളിക്കുക. മൊത്തം കുറച്ച് സംശയങ്ങൾ എടുത്തു വെച്ചിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് പറഞ്ഞു തരാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരോ സംശയം വരുമ്പോൾ വിളിക്കാം. വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാൻ പറ്റും. അത്രയാണ് ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത്. പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, താങ്ക് യു.